എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം അടിനാശം വെള്ളപ്പൊക്കമായിട്ട് കിടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ. അതായത് വന്നിട്ട് പ്രമുഖ യൂട്യൂബർമാരുമായിട്ട് കൊമ്പ് കോർക്കുകയാണ് നമ്മുടെ രേണുസുതി. അപ്പോൾ നമ്മുടെ രേണുസുതിക്ക് ഇവരുമായിട്ട് പിടിച്ചു നിൽക്കാൻ കഴിയുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. അപ്പോൾ എന്തായാലും ഞാൻ വിട്ടുകൊടുക്കില്ല. എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ഞാൻ ഒരിക്കലും തല താഴ്ത്തു വിടില്ല, അങ്ങനെ തളരില്ല. അങ്ങനെയൊക്കെ മുന്നോട്ട് വരികയാണ് നമ്മുടെ രേണുസുതിയെ തകർത്ത് തച്ച് ദൂരെ കളഞ്ഞേ അടങ്ങൂ എന്നും പറഞ്ഞിട്ട് ഒരു ടീം തന്നെ അണിയറയിൽ ഉരുത്തിരിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ടീം എന്ന് പറയുമ്പോൾ ഫസ്റ്റിലെ തന്നെ പറയട്ടെ, അതുലിന്റെ കാര്യമാണ് കേട്ടോ. അതുല് സൂക്ഷിച്ചോളൂ. അതുലിന് 8ന്റെ പണി രേണുസുതി തരും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും 8ന്റെ പണിയായാലും 9ന്റെ പണിയായാലും അതുല് എന്തായാലും മേടിക്കാനായിട്ട് തയ്യാറായിരുന്നുള്ളൂ. അതുലിന് അതൊന്നും ഒരു പ്രശ്നമില്ല. കല്ലി വല്ലി എന്ന് പറഞ്ഞ് കളയുന്നൊരു ആളാണ് അതുല്. അപ്പോൾ എന്തായാലും അതുലിന്റെ ഒരു സങ്കടം എന്ന് പറഞ്ഞാൽ നമ്മുടെ തങ്കം ചേട്ടന്റെ അണ്ടാവിനെ പറ്റിയിട്ടൊക്കെ അതുല് പറയുന്നുണ്ടായിരുന്നു. അത് പക്ഷേ നമ്മുടെ രേണു അമ്മയ്ക്ക് അത്ര കണ്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ എന്തായാലും ആ ഒരു അണ്ടാവിനെ പറ്റിയൊക്കെ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് കേട്ടിട്ട് വരാം. അതിനുശേഷം നമ്മുടെ രേണു അതുലിന് കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്. ആ ഒരു മറുപടിയും നമുക്ക് കാണാം. എടാ തങ്കം ചേട്ടാ, താൻ എവിടെയാടോ? താൻ എവിടെയാ പോയി കുനിഞ്ഞിരിക്കുന്നത്? തനിക്ക് ഇതൊന്നും കണ്ണി കണ്ടിട്ട് ഒരു ഇതുമില്ലേ? തനിക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റേഷനിൽ നിന്ന് കുറച്ചതല്ലാണ്ട് തന്റെ മോൾ ഇങ്ങനെ ഇമാതിരി അപരാധങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ തനിക്ക് ഉളുപ്പില്ലേ കണ്ടോണ്ടിരിക്കേ? താനും അതാ സബ്സ്ക്രൈബ് വെച്ചിട്ടുണ്ടോ മോളെ കുൽസിതങ്ങൾ കാണാനായിട്ട്? കാണും. അപ്പോൾ ഇതാണ് നമ്മുടെ അതില് പറയുന്നത്. അപ്പോൾ അതിനെതിരെ നമ്മുടെ രേണുസുതി വന്നിട്ട് ഡാനി സത്യൻ ഉണ്ടല്ലോ, അതിലിന്റെ ചങ്ക് ബ്രോയ ആയിട്ടുള്ള ഡാനി സത്യനെ കുറിച്ചിട്ട് കൂടി പറയുന്നുണ്ട്. അപ്പൊ അതുകൂടി ഒന്ന് കേട്ടിട്ട് വരാം. നമസ്കാരം, രേണുസുതിയാണ്. ആദ്യമായിട്ട് ഞാൻ ചോദിക്കട്ടെ, എടാ ഡാനി സത്യ ഞാനാണോടാ ഈ സോഷ്യൽ മീഡിയയിൽ ആദ്യമായിട്ട് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ ആദ്യത്തെ ഒരു പെണ്ണ്? അല്ലല്ലോ. നീ പിന്നെ എന്തുവാടാ നീയും നിന്റെ കൂട്ടുകാരൻ അതിലും ഈ കടന്ന് കൊണന്ന് പറഞ്ഞ് ഈ സംസാരിക്കുന്നത്? നാണം കൊണ്ടോടാ നിനക്കൊക്കെ? ഞാനാണോടാ ഈ സോഷ്യൽ മീഡിയയിൽ ആദ്യത്തെ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ വ്യക്തി? ഇതിന് മുന്നേ തുടങ്ങിയവരുണ്ടല്ലോ, നീ പൂട്ടിക്കാൻ നടക്കുവോ? ഇപ്പൊ കളി പഠിക്കും നീയൊക്കെ, മനസ്സിലായോ? എന്റെ പൂട്ടിക്കാൻ നടക്കുന്നല്ലോ. ഒന്ന് ചോണയുണ്ടെങ്കിൽ എടാ അതുലെ ഡാനി സത്യ ചോണയുണ്ടെങ്കിൽ നീ പൂട്ടി കാണിക്കണം. പിന്നെ എടാ ഞാൻ മാന്യമര്യാദയ്ക്ക് തന്നെയാണ് ജീവിക്കുന്നത്. ഞാൻ ആരുടെയും കുറ്റം പറഞ്ഞും ആരെയും ക്രിട്ടിസൈസ് ചെയ്തും ഒരു മുറിക്കകത്തിരുന്ന് അല്ലെങ്കിൽ ഫോൺ വെച്ചുകൊണ്ട് ഞാൻ ആരെയും വിറ്റ് തിന്ന് ജീവിക്കുമല്ല. ഞാൻ എനിക്കറിയാവുന്ന തൊഴിൽ ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നത്. സബ്സ്ക്രിപ്ഷൻ അത് ഞാൻ തുടങ്ങിയപ്പോഴാണല്ലോ നീയൊക്കെ ഇത്ര വലിയ സംഭവമാക്കിയേക്കുന്നത്. എടാ അതുലിനോടാ നീ പറയാം, എടാ നാണോ മാനോ കെട്ട അതുലേ, നിനക്ക് നാണം ഉണ്ടോടാ എന്റെ സബ്സ്ക്രിപ്ഷനിൽ കയറിയിട്ട് എന്റെ സബ് എടുത്തിട്ട് നീ കണ്ട് ആസ്വദിച്ചിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് പുറത്ത് വിട്ട് വലിയ സംഭവമാക്കാൻ? എടാ നീ കാരണം എനിക്ക് കുറച്ച് പ്രമോഷനാണ് കിട്ടുന്നത്, മനസ്സിലായോ? എടാ നാണം ഉണ്ടോടാ അതിൽ? നീ ഈ പോലീസ് സ്റ്റേഷൻ ഈ ഞങ്ങളുടെ ഈ ചങ്ങനാശ്ശേരിയിലെ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങിയതൊക്കെ നീ മറന്നുപോയോ? മറന്നുപോയോ? ഇനി നിന്നെ കയറ്റണോ? ഡാനി പിന്നെയും കുറച്ചെങ്കിലും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു സത്യങ്ങൾ മനസ്സിലാക്കി പറയടാ. നിനക്ക് അതിന് പോലും കഴിയുന്നില്ലല്ലോ. നീ ആരെയൊക്കെ പേടിയാണ് നിനക്ക്? ഞാൻ ചെയ്യുന്ന സത്യങ്ങളും എന്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ പോലും നിനക്ക് പറയാൻ പേടിയാണ്. പിന്നെ എന്റെ അച്ഛൻ തങ്കച്ചനെ പറ്റി നീ പറഞ്ഞല്ലോ, അത് പറയാൻ നിനക്കൊരു യോഗ്യതയില്ല. കാരണം എന്റെ തന്ത കഷ്ടപ്പെട്ട് തന്നെയാണ് എന്നെ വളർത്തിയത്. നിന്റെ തന്ത പഠിപ്പിച്ചതാണ് നീ ഇപ്പം പാടുന്നത്, മനസ്സിലായോ? ഞാൻ അങ്ങനെയല്ല. തന്തെന്ന് പറയാൻ പോലും പറ്റില്ല, അച്ഛൻ എന്നാണ് ഞാൻ പറയേണ്ടത്. പക്ഷെ തന്തേന്ന് എന്റെ വായിൽ ഞാൻ അനാവശ്യ വാക്ക് പറയുന്നില്ല, അച്ഛൻ തന്നെ പറയാം. തന്തേന്ന് പറഞ്ഞാൽ ക്ഷമിക്കുക, അച്ഛൻ തന്നെ ഞാൻ പറയാം. നിന്റെ അച്ഛൻ പഠിപ്പിച്ചാണ് നീ ഇപ്പൊ പാടുന്നത്. പക്ഷെ എന്റെ അച്ഛൻ എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയതാണ്, മനസ്സിലായോ? നീ ഈ കിടന്ന് പറയുന്നു, നിനക്ക് നാണമാകുന്നില്ലേ അതുൽ? എന്തൊക്കെ നിർത്താറായിട്ടില്ല ഇത്? സബ്സ്ക്രിപ്ഷൻ നീ വാതോരാതെ പ്രസംഗിക്കുന്നല്ലോ. എന്റെ അച്ഛനെ പറ്റിയും പ്രസംഗിക്കുന്നു. നിനക്ക് എന്ത് യോഗ്യതയാണ് പറയാൻ? അതുപോലെ ഡാനി സത്യനും അവനും കേൾക്കണം. ഇവനുമാണ് ഒരു സൈഡ്. ഒരു ഡാനി സത്യനും ഒരു അതിലും നിശ്ചയിച്ചു കഴിഞ്ഞാൽ രേണുസുതി അക്കൗണ്ട് പൂട്ടുമെന്നാണ് വിചാരം. രേണുസുതി മെറ്റയും അതുപോലെ തന്നെ ഈ ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോമും മറ്റുള്ളവർക്ക് ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും സബ്സ്ക്രിപ്ഷൻ നിയമപരമായിട്ട് കൊടുത്ത പോലെ തന്നെയാണ് രേണുസുതിക്ക് തന്നിട്ടുള്ളത്. അതിനനുസരിച്ച് രേണുസുതി കണ്ടന്റ് ഇടത്തുള്ളൂ. നീ അതിനകത്ത് കയറിയിട്ട് ആ കണ്ടന്റ് എല്ലാം എടുത്ത് കണ്ടിട്ട് നീ ആസ്വദിച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിടുന്നു. നാണമില്ലേടാ നിനക്കൊക്കെ? ഇതിന് മുന്നേ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിടൊന്നും നീ ചൊറിയാൻ പോകത്തില്ലല്ലോ. രേണുസുതിനെ മണ്ടക്കെട്ട് കയറിക്കോ കേട്ടാ. ഇത് നിന്നോടുള്ള അവസാന വാണിംഗ് ആണ്. അപ്പോൾ അതാണ് നമ്മുടെ രേണുസുതിക്ക് പറയാനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാല്, അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളൊക്കെ എന്തിനാണ് പരസ്പരം ഇങ്ങനെ പോരടിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം എന്ന് വെച്ചാൽ, രേണുസുതി എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ
ശരിക്കും അവരൊക്കെ എന്ന് പറഞ്ഞാൽ വെറും പൊടി മീനുകളാണെന്നേ പറയത്തുള്ളൂ. പക്ഷെ അതിനപ്പുറമുള്ള ആളുകൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കാണിക്കുന്ന അപരാധങ്ങൾ കണ്ടിട്ട് ഒരക്ഷരം പോലും പ്രതികരിക്കാതെ ഇരുന്നിട്ട് ഈ ഒരു പേട്ട് പെണ്ണുപിള്ളേരെ പിന്നാലെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അലയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പേട്ട് പെണ്ണുപിള്ളേ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരും ദയവ് ചെയ്ത് അവരെ ഞാൻ ബോഡി ഷെയ്മിങ് ചെയ്തു എന്ന് പറയരുത്. അത്തരത്തിലല്ല പറഞ്ഞത്. അതല്ലാതെ പൊതുവേ രേണുസുതി എന്ന് പറയുന്ന വ്യക്തി ആള് ചെറുതാണ്, ശകലേ ഉള്ളൂ. അപ്പൊ അത് വെച്ചിട്ട് പറഞ്ഞതാണ് കേട്ടോ, അല്ലാതെ മറ്റൊന്നും വെച്ചിട്ട് പറഞ്ഞതല്ല. അപ്പോ ഇവിടെ എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ഒരു ദിവസം തന്നെ സോഷ്യൽ മീഡിയയിൽ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ശരിക്കും എന്താ പറയുന്നത്, ഓരോ ദിവസം നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസാക്ഷിയെ പോലും മരവിപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. അത്തരത്തിലുള്ള കാര്യം രാജ്യത്ത് ഇങ്ങനെ അരങ്ങേറുമ്പോൾ അതിനെക്കുറിച്ചൊന്നും ഒരു വാക്ക് പോലും പറയാതെ ഈ പറയുന്ന രേണുസുതിയുടെ എന്താണ് ന്യൂഡായിട്ടുള്ള കുറച്ച് ഫോട്ടോകളൊക്കെ അവരുടെ സബ്സ്ക്രിപ്ഷനിൽ പോയി തപ്പിയെടുത്തോണ്ട് വന്നിട്ട് അവരെ എടി പോടി വാടി തെണ്ടി പട്ടിച്ചറ്റ് എന്നൊക്കെയുള്ള രീതിയിൽ വിളിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളത് വിളിക്കൂ. നിങ്ങളത് വിളിക്കുമ്പോൾ അവര് അതിന്റെ മറുപടി അവരും തരുന്നുണ്ടല്ലോ. അപ്പൊ എന്തായാലും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മറുപടി കൊടുക്കാതിരിക്കുന്നില്ല. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ അതിനപ്പുറം കാണിക്കുന്ന ആളുകൾക്കെതിരെ എന്തുകൊണ്ട് നിങ്ങൾ മിണ്ടുന്നില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കുന്ന ആളുകളാണ്, നിങ്ങൾക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം, പോയിന്റുകൾ എടുത്തെടുത്ത് പറഞ്ഞ് വീഡിയോ ചെയ്യുന്ന ആളുകളാണ് ഈ പറയുന്ന അതുലാണെങ്കിലും ഡാനി സിത്തിനാണെങ്കിലും അതുപോലെ കുറച്ചധികം ആളുകളുണ്ട്. പക്ഷെ ഇവരാരും എന്തുകൊണ്ട് മറ്റുള്ളവർ കാണിക്കുന്ന ഈ ഒരു അഹങ്കാരം, ഈ ഒരു തെമ്മാടിത്തരം എന്തുകൊണ്ട് അതിനെതിരെ സംസാരിക്കുന്നില്ല എന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ രേണുസുതി പറയും പോലെ രേണുസുതി തുടങ്ങിയത് കൊണ്ടാണോ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്തായാലും രേണുസുതി തുടങ്ങിയാലും മറ്റ് ഏത് ചെറ്റകൾ തുടങ്ങിക്കഴിഞ്ഞാലും വൃത്തികേടുകൾ തന്നെയാണ്. ഇത്തരത്തിലുള്ള കുത്സിതങ്ങളെയൊക്കെ എന്തിനാണ് നമ്മുടെ രാജ്യത്ത് വെച്ച് പുലർത്തുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ശരിക്കും ടിക്ടോക്ക് ഒക്കെ നിർത്തിയതുപോലെ ഇതുപോലെയൊക്കെയുള്ള സംഭവങ്ങൾ ഒന്നുകിൽ നിർത്തുക, അത് അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെല്ലാത്തിനും ഒരു പരിധി നിർണ്ണയിക്കുക. ഇത്രേ ആകാവൂ, ഇന്നതേ ആകാവൂ എന്നൊക്കെയുള്ള, നമുക്കറിയാലോ യൂട്യൂബ് ചാനലിൽ അങ്ങനെ തന്നെയാണ്. നമുക്ക് എല്ലാത്തിനും ഒരു പരിധി ഉണ്ട് യൂട്യൂബിൽ. അതുകൊണ്ട് തന്നെ അവിടെ വരുന്ന നാറിത്തരങ്ങൾക്കൊക്കെ ഒരു പരിധി വരെ തടയിട്ടുകൊണ്ട് തന്നെയാണ് യൂട്യൂബ് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ 8ന്റെ പണി സ്ട്രൈക്ക് ആയാലും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ യൂട്യൂബ് അടിച്ചു വിട്ടു തരും. പക്ഷെ മറ്റുള്ളിടത്തൊന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവർ എന്ത് പോക്കൃത്തരങ്ങൾ വേണമെങ്കിലും കാണിക്കാം. അപ്പോൾ എന്തായാലും ഒരു രേണുസുതി കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറക്കാൻ വയ്യാതിരിക്കുകയാണ്. ഇപ്പൊ മാത്രമല്ല, നേരത്തെയും അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ എന്തായാലും രേണുസുതിയോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ദയവ് ചെയ്ത് നിങ്ങൾ കുറച്ച് നാളുകൾക്ക് ഇതിനൊന്നും മറുപടി കൊടുക്കാനായിട്ട് നിൽക്കണ്ട. നിങ്ങൾ കൊടുക്കുന്ന മറുപടിയിൽ പിടിച്ച് തൂങ്ങിക്കൊണ്ടായിരിക്കും ബാക്കിയുള്ളവർ രംഗത്ത് വരിക. അപ്പോൾ എന്തായാലും നിങ്ങൾ കാണിക്കുന്ന പോക്കൃത്തരങ്ങൾക്കൊക്കെ എതിരെ വിമർശിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. നിങ്ങൾ തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് തെറ്റാണ് എന്ന് എടുത്തു പറഞ്ഞ് സംസാരിക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഈ ഒരു രേണുസുതി എന്ന് പറയുന്ന വ്യക്തികളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നതാണ് മനസ്സിലാക്കാൻ പറ്റാത്തത്. അവരെക്കാളും ഒക്കെ പോഴത്തരം കാണിച്ച് ജീവിക്കുന്ന പെണ്ണുങ്ങളില്ലേ, അപ്പൊ നിങ്ങൾ അവരെ കൂടി പിടികൂടുക. രേണുസുതിയെ മാത്രം വെച്ച് സംസാരിക്കാതെ ഇതുപോലെയുള്ള അപരാധങ്ങൾ കാണിക്കുന്ന ആളുകളെ പറ്റി മുഴുവനായിട്ട് സംസാരിക്കുക, മുഴുവനായിട്ട് ചർച്ച ചെയ്യുക. അതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനായിട്ടുള്ളത്. അപ്പൊ എന്തായാലും കൂടുതലായിട്ടൊന്നും പറയാനില്ല. വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എന്തായാലും വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.